നിലമ്പൂരിലേക്കൊന്ന് പോകാം. വിവാദങ്ങൾ തുടരുമ്പോഴും നിലമ്പൂരിൽ രണ്ടാം ഘട്ട പ്രചാരണം എന്തായി എന്നറിയണ്ടേ? മണ്ഡലത്തിൽ വന്യജീവി സംഘർഷം ആണിപ്പോൾ മുന്നണികൾ ചർച്ചയാക്കുന്നത്. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് മലപ്പുറത്ത് ചേരും. പ്രിയങ്ക ഗാന്ധി വെള്ളിയാഴ്ചയാണ് മണ്ഡലത്തിലേക്ക് വരുന്നത്. PV അൻവറിനായി യൂസഫ് പഠാൻ ഉൾപ്പെടെയുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ നേതാക്കളും നിലമ്പൂരിലെത്തും. ദേശീയ നേതാക്കളെ കളത്തിലിറക്കാനാണ് NDAയുടെ നീക്കം. VS രഞ്ജിത്ത് തയ്യാറാണ് നിലമ്പൂരിൽ നിന്ന്. ഗുഡ് മോർണിംഗ് VS രഞ്ജിത്ത്. എങ്ങനെയുണ്ട് നിലമ്പൂരിലെ രാവിലത്തെ ഒരു കാലാവസ്ഥ? നല്ല വൈബാണോ? പ്രഭാതം പ്രസരിപ്പുള്ളതാണോ? നല്ല വൈബുള്ള പ്രഭാതമാണ്. നാട്ടിൽ നിന്നൊക്കെ എല്ലാവരും വിളിച്ചു ചോദിക്കുക നിലമ്പൂർ എന്തായി, നിലമ്പൂരിലെ രാഷ്ട്രീയ കാലാവസ്ഥ എന്തായി എന്നുള്ളതാണ്. ഇവിടെ ചൂടോ തണുപ്പോ മഴയോ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥ അറിയാൻ വേണ്ടി കേരളത്തിൽ എല്ലാവർക്കും താല്പര്യമുണ്ട്. ഇപ്പോൾ രണ്ടാം ഘട്ട പ്രചരണം തുടങ്ങുകയാണ്. ആ തുടങ്ങുന്ന സമയത്ത് ആരാണൊരു ലേശമെങ്കിലും മുമ്പിലുള്ളതെന്ന് അറിയാനുള്ള ആകാംക്ഷ കേരളത്തിനുണ്ട്. നേരത്തെയൊക്കെ LDF UDF മത്സരം എന്ന രീതിയിലൊക്കെ കണ്ടിരുന്നു. PV അൻവർ വന്നു, NDA വന്നു, മത്സരം നന്നായിട്ട് കൊഴുത്തു. ഇപ്പോൾ എല്ലാ മുന്നണികളും, ഇപ്പോൾ 4 മുന്നണികളായിട്ട് തന്നെയാണ്. ആ മുന്നണികളെല്ലാം തന്നെ രണ്ടാം ഘട്ട പ്രചരണത്തിലേക്ക് കടക്കുകയാണ്. LDFനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി ഇന്നിപ്പോൾ മണ്ഡലത്തിലുണ്ട്. ഇന്നിപ്പോൾ അദ്ദേഹം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ്. അത് കഴിഞ്ഞ് 3 ദിവസം തുടർച്ചയായി ഇവിടെ അദ്ദേഹത്തിന് എല്ലാ പഞ്ചായത്തുകളിലുമായിട്ട് പരിപാടികളുണ്ട്. അതുപോലെ പ്രിയങ്ക ഗാന്ധി വയനാടിൻ്റെ MP ആണെങ്കിലും AICCയുടെ നേതാവാണ്, അഖിലേന്ത്യാ കോൺഗ്രസിൻ്റെ നേതാവാണ്. അവർ കേരളത്തിലേക്ക് എത്തുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഓരോ മണ്ഡലങ്ങളിലും റോഡ് ഷോ ആയിട്ടൊക്കെ പങ്കെടുത്തുകൊണ്ട്, അതായത് മുക്കിലും മൂലയിലും പ്രിയങ്ക ഗാന്ധി വന്ന് സംസാരിക്കുകയാണ് ആരുടെ ശൗക്കത്തിന് വേണ്ടി. അപ്പോൾ അങ്ങനെ NDA ആണെങ്കിൽ അതുപോലെ തന്നെ അവരുടെ ദേശീയ നേതാക്കൾ ഇറക്കുന്നു. PV അൻവർ ആണെങ്കിൽ അവരുടെ ദേശീയ തൃണമൂൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതാവും ഒക്കെ ആയിട്ടുള്ള യൂസഫ് പഠാനെ ഇറക്കാനുള്ള തീരുമാനം ഉണ്ടാകുന്നു. അങ്ങനെ മത്സരം കൊഴുക്കുന്നു എന്ന് പറയാം. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. ഈ ഘട്ടത്തിൽ ആരാണ് മുന്നിൽ എന്ന് പറയാൻ പറ്റാത്ത വിധം 4 സ്ഥാനാർത്ഥികളും കളത്തിലുണ്ട് എന്നുള്ളതാണ്. അതിൽ ആരൊക്കെ സ്പോയിലേഴ്സ് ആയിട്ട് മാറും, ആരൊക്കെ തമ്മിലാണ് നേർക്കുനേർ മത്സരമെന്ന് അറിയണമെങ്കിൽ രണ്ടാം ഘട്ട പ്രചരണത്തിൻ്റെ അവസാന ലാപ്പിലേക്ക് നമ്മളൊന്ന് പോകണം. അപ്പോൾ ആ അവസാന ലാപ്പിലേക്ക് കടക്കാറായിരിക്കുന്നു. ഇനി 9 ദിവസം കൂടി മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളത്. വീറും വാശിയേറിയ മത്സരമാണ്. സർക്കാരിൻ്റെ മന്ത്രിമാരൊക്കെ വന്നു തുടങ്ങി. ഇന്നലെ ഇപ്പോൾ AK ശശീന്ദ്രൻ മന്ത്രി ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ വാസവ് മിനിസ്റ്റർ ഇവിടെയുണ്ട്. അങ്ങനെ മന്ത്രിമാരൊക്കെ എത്തിത്തുടങ്ങുന്നു. അതുപോലെ തന്നെ UDFനെ സംബന്ധിച്ച് അവരുടെ മുഴുവൻ നേതാക്കന്മാരും ഇവിടെയുണ്ട് കേട്ടോ. ലീഗും കോൺഗ്രസും ഒക്കെ ഓരോ പഞ്ചായത്തിലും ഓരോ വാർഡിലും ബൂത്തിലുമൊക്കെ ചുമതല നൽകിക്കൊണ്ടാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. ആവേശം അങ്ങനെ കൊട്ടിക്കയറുന്നു. അതായത് രഞ്ജിത്ത് ഇപ്പോൾ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇന്നിപ്പോൾ CPIMന്റെ യോഗമടക്കം, മുഖ്യമന്ത്രി ചെയർ ചെയ്യുന്ന യോഗമടക്കം നടക്കാൻ പോകുന്നത് മലപ്പുറത്താണ്. അപ്പോൾ നിലമ്പൂർ എന്ന് പറയുന്നത് രാഷ്ട്രീയ കേരളത്തിന്റെ തലസ്ഥാനമായി കുറച്ച് ദിവസങ്ങളിലേക്കെങ്കിലും മാറാൻ പോകുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാമല്ലേ? തീർച്ചയായിട്ടും രാഷ്ട്രീയ കേരളം, ഉപതെരഞ്ഞെടുപ്പുകൾ അങ്ങനെയാണല്ലോ. ഉപതെരഞ്ഞെടുപ്പുകൾ വരുമ്പോഴേക്കും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുക അവിടുത്തെ ഒരു വിജയമായിരിക്കും. ഇത് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് 5-8 മാസങ്ങൾക്ക് മുമ്പ് നടക്കുന്നൊരു ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് രാഷ്ട്രീയ മാറ്റത്തിൻ്റെ എന്തെങ്കിലും സൂചനകൾ നിലമ്പൂരിൽ നിന്നുണ്ടോ എന്നുള്ളതായിരിക്കും കേരളം ഉറ്റുനോക്കുന്നത്. ആ വീറും വാശിയേറിയ മത്സരത്തിന് നേതാക്കൾ എത്തുന്നു മാത്രമല്ല, നമ്മുടെ എഡിറ്റോറിയൽ ടീം മൊത്തമായിട്ട് 15-ാം തീയതി ഇങ്ങോട്ട് എത്തുന്നു എന്നൊരു ആകാംക്ഷ കൂടിയുണ്ട്. അപ്പോഴേക്കും നിലമ്പൂർ അങ്ങ് തിളച്ച് മറയുന്നുള്ള കാര്യം ഉറപ്പാണ് പ്രചാരണ രംഗത്ത്. ഓഹോ, അപ്പോ ഒരു പാല വിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞ പോലെ ഞാൻ രഞ്ജിത്തിനോട് അവിടെ എങ്ങനെയുണ്ട് വൈബത്ത് ചോദിച്ചപ്പോഴത്തേക്കും നിങ്ങളെന്താ ഇതുവരെ പുറപ്പെട്ടില്ലേ എന്ന് സിനിമ സ്റ്റൈലിൽ ചോദിക്കുകയാണ്. നമ്മൾ അരമണിക്കൂർ മുമ്പേ പുറപ്പെട്ടു. രഞ്ജിത്ത് ഉടൻ തന്നെ എത്താം. അപ്പോൾ ഇന്നത്തെ ദിവസം ഗംഭീരമായിട്ട് രഞ്ജിത്ത്. താങ്ക് യു.